അയോധ്യ ഭൂമി തർക്ക കേസ് വിധി ഉൾപ്പെടെയുള്ള നിർണായക കേസുകളിൽ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ബി.ജെ.പിയെ സഹായിച്ചു എന്ന സംശയം പ്രകടിപ്പിച്ച പ്രമുഖ നിയമജ്ഞനും സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ മുൻ അധ്യക്ഷനുമായ ദുഷ്യന്ത് ദാവെ അയോധ്യ കേസ്, റഫാൽ അഴിമതി കേസ്, കർണാടക നിയമസഭാ കേസ്, പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച കേസ് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഗൊഗോയ് വിരമിക്കലിന് തൊട്ടുമുമ്പ് പുറപ്പെടുവിച്ച എല്ലാ വിധിന്യായങ്ങളും സംശയാസ്പദമാണെന്നും ഈ കേസുകളിലെ വിധിന്യായങ്ങളെല്ലാം ജുഡീഷ്യൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ദാവെ ആവശ്യപ്പെട്ടത്. ക്ലബ് ഹൗസിലെ വോയിസ് ഓഫ് ഇന്ത്യ എന്ന ക്ലബ് സംഘടിപ്പിച്ച ചർച്ചയ്ക്കിടെയാണ് ദാവെ ഈ വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഈ വിധികളെല്ലാം പുറപ്പെടുവിച്ച രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ലൈംഗിക അതിക്രമണ ആരോപണം ഉന്നയിച്ച സുപ്രീം കോടതി ഉദ്യോഗസ്ഥയെയും ബന്ധുക്കളായ 11 പേരെയും പെഗാസസ് സ്പൈവയർ ഉപയോഗിച്ച് നിരീക്ഷണത്തിലാക്കിയിരുന്നെന്ന വാർത്തകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ദാവയുടെ ഈ വെളിപ്പെടുത്തൽ. ഇന്ത്യയല്ല മറ്റൊരു ജനാധിപത്യ രാജ്യത്തായിരുന്നുവെങ്കിൽ ലൈംഗിക ആരോപണം ഉന്നയിക്കപ്പെട്ടതിനു ശേഷം 1 മണിക്കൂർ പോലും ആ സ്ഥാനത്ത് തുടരാൻ ഗൊഗോയ്ക്ക് കഴിയുമായിരുന്നില്ല. ആരോപണം ഉന്നയിച്ച സ്ത്രീയെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പുറത്താക്കുകയും ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥനായ അവരുടെ ഭർത്താവിനെതിരെയും നടപടികളുണ്ടായി. ആരോപണം ഉന്നയിച്ച വനിതാ ഉദ്യോഗസ്ഥയെ ഗൊഗോയിയുടെ ഭാര്യയുടെ കാൽ തൊട്ട് വണങ്ങാൻ നിർബന്ധിപ്പിച്ചു. പോലീസും സർക്കാരും ഇതിനെല്ലാം വഴിയൊരുക്കുമ്പോൾ മുഖ്യ ന്യായാധിപൻ സർക്കാരിനെയും ബി.ജെ.പിയെയും ഗുരുതരമായി ബാധിക്കുന്ന നിർണായകമായ കേസുകൾ ഓരോന്നോരോന്നായി തീർപ്പാക്കുകയായിരുന്നു. അവയിലെല്ലാം സർക്കാരിന് അനുകൂലമായ വിധി പ്രസ്താവനയുണ്ടായത് സംശയാസ്പദമാണ് എന്നാണ് ദാവയുടെ വെളിപ്പെടുത്തൽ. കൂടാതെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് പിന്നാലെ രഞ്ജൻ ഗൊഗോയിയെ ബി.ജെ.പി രാജ്യസഭാംഗമായി നിയമിച്ചതും ദാവെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ ജഡ്ജിമാരുടെ 3 അംഗ പാനലിനെ വെച്ച് ആരോപണം അന്വേഷിക്കുകയാണ് ചെയ്തത്. ജസ്റ്റിസ് ബോബ്ഡെ, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര, ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി എന്നിവരായിരുന്നു ആ പാനലിലെ അംഗങ്ങൾ. ഈ 2 വനിതാ ജഡ്ജിമാരും ഒരു സ്ത്രീയുടെ അഭിമാനത്തെ ഗൗനിച്ചില്ല എന്നത് ഞാൻ ഖേദത്തോടെ പറയുകയാണ് എന്നും അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞു. അതേസമയം അയോധ്യ കേസ്, റഫേൽ അഴിമതി കേസ്, കർണാടക നിയമസഭാ കേസ്, പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച കേസ് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ഗൊഗോയ് വിരമിക്കലിന് തൊട്ടുമുമ്പ് പുറപ്പെടുവിച്ച എല്ലാ വിധിന്യായങ്ങളും ജുഡീഷ്യൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ട ദാവെ സുപ്രീം കോടതിയുടെ മുഖ്യ ന്യായാധിപനായ ഒരാളുടെ വിധിന്യായങ്ങൾ പുനഃപരിശോധിക്കുന്നത് ഇന്ത്യയിൽ പുതിയ കാര്യമല്ലെന്നും വ്യക്തമാക്കി. 1991 18 ദിവസത്തേക്ക് മാത്രം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് KN സിംഗ് ജെയിൻ ശുദ്ധ വനസ്പതി ഗ്രൂപ്പിന് അനുകൂലമായി പുറപ്പെടുവിച്ച 4 വിധിന്യായങ്ങൾ തൊട്ടുപിറകെ വന്ന ചീഫ് ജസ്റ്റിസ് MH കനിയ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയ കാര്യം കൂടി ദാവെ ചൂണ്ടിക്കാട്ടി. വ്യവസായിക വെളിച്ചെണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കേസിൽ JSV ഗ്രൂപ്പിൽ നിന്ന് ഈടാക്കിയ 3.25 കോടി രൂപ കമ്പനിക്ക് തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു ജസ്റ്റിസ് സിംഗിന്റെ വിധികളിലൊന്ന്. മറ്റൊരു ഇറക്കുമതി ഇടപാടിൽ 2.5 കോടി രൂപയുടെ കസ്റ്റംസ് തീരുവ JSV ഗ്രൂപ്പിന് സർക്കാർ തിരികെ നൽകണമെന്നായിരുന്നു വേറൊരു വിധി. ഇതുൾപ്പെടെ 4 വിധികളാണ് സിംഗ് വിരമിച്ചതിന് തൊട്ടു പിന്നാലെ പുനഃപരിശോധിക്കപ്പെട്ടത്. അതിനാൽ തന്നെ അയോധ്യ കേസുകൾ ഉൾപ്പെടെ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ദാവെ പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.